അവിടെ നിങ്ങൾക്ക് ഒരു കുഴി പോലെ കിട്ടും കേട്ടോ. അവിടെ നോക്കുക, എങ്ങനെ നോക്കാന്നാണ്. ഓക്കെ, ആളെങ്ങനെയാണ് നോക്കിയത്? എന്തോ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? കേട്ടോ നിങ്ങൾ? കേട്ടു. 1 in 1000, 2 in 1000, 3 in 1000, 4 in 1000, 5 in 1000. സോ എന്താണ് ഈ 1 in 1000, 2 in 1000 എന്നൊക്കെ അറിയാം? എന്തിനായിരിക്കും നിങ്ങൾ വിചാരിക്കുക. പിന്നെ നമ്മളെ നിപ്പിൾ ലൈനിലും ഒരു ലൈൻ, ആ സെൻറ്ററിൽ കൂടിയുള്ള ലൈനും നിപ്പിൾ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇമാജിനറി ആയിട്ടോ, നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. സെൻറ്ററിൽ കൂടി ഇതിലൂടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ നിപ്പിൾ ലൈനും കൂടി പോകുമ്പോൾ അത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ കൈ വെക്കേണ്ടത്. ഏത് കൈ ആയിരിക്കും വെക്കേണ്ടത്? ലെഫ്റ്റ്. ഓക്കെ, ഓവർ റൈറ്റ്. സോ അങ്ങനെ ഒരു കൈന്നില്ല, നിങ്ങൾക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന കൈ ഏതാണ്? ഇപ്പോൾ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ വലത്തെ കൈ വെക്കുക. ഇടത്തെ കൈ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ ഇടത്തെ കൈ വെക്കുക. ആ കൈൻ്റെ മുകളിൽ മറ്റേ കൈ വെക്കുക എന്നുള്ളതാണ്. പിന്നെ എത്ര പ്രാവശ്യം കൊടുക്കണം കംപ്രഷൻ? 30 കംപ്രഷനാണ് നമ്മൾ പറയുക. 30 കംപ്രഷൻ കഴിഞ്ഞ് 2 പ്രാവശ്യം കൃത്രിമ ശ്വാസം കൊടുക്കുക. അത് നമ്മൾ ലാസ്റ്റ് പറയും. ഈ 30 കംപ്രഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വെറുതെ കംപ്രഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ഹാർട്ടിൻ്റെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല വെറുതെ. എവിടെ കൈ വെക്കേണ്ടത്? എവിടെയാ കൈ വെക്കേണ്ടത്? എവിടെയാ? ഓക്കെ, സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക, നിപ്പിളിൻ്റെ അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള കൈ വെച്ചു. ഇനി കൊടുക്കും. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആളുടെ കൈയും കൊണ്ടല്ല പോകുന്നത്, ഹിപ്പ് കൊണ്ടാണ്. നടുവിലാണ് ഒരു ഫോഴ്സ് വരേണ്ടത്.